ഇന്ന് വന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. പത്തനംതിട്ട കരിമാൻതോട് തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 കുട്ടികൾ മരിച്ചു. 7 വയസ്സുകാരിയായ ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദുകൃഷ്ണയുമാണ് മരിച്ചത്. മണിക്കൂറുകളിൽ നീണ്ട തെരച്ചിലിനൊടുവിലാണ് യദുകൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. കരിമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ശരിക്കും ഒരു പാമ്പിനെ കണ്ട് ഭയന്ന് ഡ്രൈവർ ഓട്ടോറിക്ഷ വെട്ടിച്ചപ്പോൾ 50 അടി താഴ്ചയിലുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു ഓട്ടോറിക്ഷ. KU ജനീഷ് കുമാർ നമുക്കൊപ്പം ചേർന്നിരുന്നു, കോന്നിയിലെ MLA. ആദ്യം കൊണ്ടുപോയ കുഞ്ഞും മരണപ്പെട്ടു. അത് മോർച്ചറിയിലേക്ക് വെച്ചിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. അവർ 6 കുട്ടികളും ഒരു കുഞ്ഞിന്റെ അമ്മയും ഓട്ടോ ഡ്രൈവറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ പറയുന്നത് പാമ്പിനെ കണ്ടു, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു, വണ്ടി നിയന്ത്രണം വിട്ടു, കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ആ അമ്മയുടെ സമീപത്തായിട്ടാണ് ഈ കുഞ്ഞിരുന്നത്. അപ്പൊ തന്നെ തെറിച്ചു പോയി. ഈ 5 കുട്ടികളും പലയിടത്തായി ചിതറി വീഴുകയായിരുന്നു. ഈ അമ്മ ബഹളം വെക്കുന്ന കേട്ട് തൊഴിലുറപ്പ് സ്ത്രീകളും ഒക്കെയാണ് ഓടി വന്നത്. അപ്പൊ എത്ര കുട്ടികളുണ്ടെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. ആ ഭാഗത്തു നിന്ന് കണ്ട അപ്പോ ഉണ്ടായിരുന്ന 5 പേരെ ഉള്ളൂ എന്ന് വെച്ച് 5 കുട്ടികളെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ കുഞ്ഞ് പക്ഷെ കുറെ ദൂരെ തെറിച്ച് റോട്ടിലേക്കായിരുന്നു പോയിരുന്നത്. ആശുപത്രിയിൽ എങ്ങും എത്താതെ വന്നപ്പോഴാണ് വീണ്ടും ഫയർഫോഴ്സ് എത്തി പോലീസും നാട്ടുകാരും എല്ലാം കൂടി തെരച്ചിൽ നടത്തിയത്. ക്രിക്കറ്റ് വെളിച്ചലിലെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. AV ജയശങ്കർ ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലുണ്ട്. ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ, അവിടെ ആരൊക്കെയാണ് ചികിത്സയിലുള്ളത്? കോന്നി മെഡിക്കൽ കോളേജിൽ അല്പസമയം മുമ്പ് കണ്ടെത്തിയ യദുവിന്റെ ഭൗതികദേഹമാണ് എത്തിച്ചിരിക്കുന്നത്. അത് പ്രാഥമിക നടപടികൾക്ക് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ആരും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചികിത്സയിലില്ല. മറ്റ് പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികളിലാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ആളുകളെ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും പത്തനംതിട്ട നഗരത്തിലെ ആശുപത്രിയിലൊക്കെയാണ് ആളുകളുള്ളത്. ഈ യദുവിന്റെ ഒപ്പം തന്നെ ഈ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെടെ നേതൃത്വം നൽകിയ ആളുകളും ഈ ആശുപത്രിയിലുണ്ട്. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അപകടം. ഈ അപകടത്തിന് പിന്നാലെ വലിയ തോതിൽ നാട്ടുകാർക്ക് വലിയ വിഷമവും സങ്കടവും ഒക്കെയാണുള്ളത്. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് നടപടികൾ പൂർത്തിയാക്കി യദുവിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിന്നീടായിരിക്കും ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ ആദിലക്ഷ്മിയുടെ സംസ്കാര ചടങ്ങ് പിന്നീടായിരിക്കും. ആദിലക്ഷ്മിയുടെ പിതാവ് വിദേശത്താണ്. അവർ എത്തിയതിനു ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനാണിത്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താ അവിടെ ഉണ്ടായത്? 2:30 കൂടിയാണ് സംഭവം. ഓട്ടോറിക്ഷ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കായിരുന്നു. കയറ്റത്തേക്ക് ചെന്നപ്പോൾ ഒരു പാമ്പ് കുറുക്ക് ചാടി. പാമ്പിനെ കണ്ടുകൊണ്ട് ഡ്രൈവർ വണ്ടി വെട്ടിച്ച 2 സെക്കൻഡിന്റെ വ്യത്യാസമുള്ള കുഴിയായിരുന്നു. കുഴിയിലോട്ട് അങ്ങ് പോകുമായിരുന്നു വണ്ടി. നമ്മൾ ഈ ആദ്യഘട്ടത്തിലെ ചെറിയൊരു അപകടം എന്ന് മാത്രമല്ലേ വിചാരിച്ചിട്ടുള്ളൂ? അത്രേ ഉള്ളൂ. ഈ കുഞ്ഞിന്റെ കൺഫേം ആക്കിയിട്ടില്ലായിരുന്നു. പല വണ്ടിക്കാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത്. അപ്പം കുഞ്ഞുങ്ങളെ ആരൊക്കെ എവിടൊക്കെ ചെന്നു എന്നുള്ള കൺഫേം ആക്കാൻ പറ്റിയില്ല. പല ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഇതിൽ 6 കുഞ്ഞുങ്ങളും ഒരു അമ്മയും ഉൾപ്പെടെ 7 പേരായിരുന്നു വാഹനത്തിൽ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു. 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്ന് ഉള്ളതറിയാം. അമ്മയുടെ കാര്യമൊന്നും അറിയില്ല. 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്നറിയാം. വലിയൊരു വേദനയാണല്ലേ? രക്ഷാപ്രവർത്തനത്തിന് ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അന്നേരം തൊട്ടുണ്ടായിരുന്നു. ഈ ബോഡി കിട്ടുന്നിടം വരെ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ ബോഡിയായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. തുടക്കം പോലെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു അപകട മേഖലയാണോ ഇത്? അതോ? ഇല്ലല്ല, അവിടെ അങ്ങനെ അപകടങ്ങളൊന്നും. മേഖലയാണല്ലോ. വനത്തിലോട്ട് പോകുന്ന റോഡാണ്. അലുവാങ്കുടിക്ക് പോകുന്ന റോഡാണ്. അവിടെ അങ്ങനെ സ്പീഡിലൊന്നും വിട്ടു പോകാനൊന്നും പറ്റത്തില്ല. വലിയ സ്പീഡിലൊന്നും അല്ല വണ്ടി. ഈ പാമ്പ് കുറുക്കി അടിയതാണ് ഈ അപകടത്തിന്റെ കാരണം. എന്തായാലും നാട്ടുകാരനാണ് ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ മുന്നിൽ നിന്ന ആളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. പാമ്പ് കുറുകെ ചാടിയതാണ് അപകട കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും യദുവിന്റെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലാണ്. നടപടികൾ പൂർത്തിയാക്കി ഇന്ന് മോർച്ചറിയിൽ വെച്ച് പിന്നീടായിരിക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുക്കുക. ഈ നാടിനെ സംബന്ധിച്ച്, കോന്നിയൊക്കെ സംബന്ധിച്ച് മലയോര മേഖലയാണ്, വനമേഖലയാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുകയും അവിടെ 2 ജീവനുകൾ നഷ്ടമാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച്, പ്രദേശത്തെയൊക്കെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരാണ്. അവർക്കൊക്കെ വലിയ വേദനയാണ് ഈ അപകടം സമ്മാനിക്കുന്നത്, ഈ രാത്രി സമ്മാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.